ഇന്ന് കാർഷിക ദിനമാണ്. ഈ ദിനം വഞ്ചനാ ദിനമായി ആചരിച്ച പാലക്കാട് ഒരു വിഭാഗം കർഷകർ കാർഷിക ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. 25ഓളം കർഷകരാണ് പൊൽപ്പുള്ളിയിൽ നിരാഹാരം ഇരിക്കുന്നത്. നിഖിൽ പ്രമേശൻ റിപ്പോർട്ട്. മലയാളി പുതുവർഷ പുലരിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കാർഷിക ദിനമായാണ് ഈ ദിവസത്തെ നമ്മൾ കാണുന്നത്. പക്ഷേ കേരളത്തിലെ കർഷകരുടെ അവസ്ഥ, അവർക്കൊരു ദിനമായി ആഘോഷിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. കാരണം അനുദിനം കർഷകർ ഇങ്ങനെ ഒരുപാടധികം പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെല്ലളന്ന് അവർക്ക് കൃത്യമായി തുക നൽകുന്ന കാര്യത്തിൽ ഇനിയും വർഷങ്ങളായി തുടരുന്ന അനിശ്ചിതത്വമാണ്. അതിലിനിയും തീരുമാനമായിട്ടില്ല. അവർക്ക് വിത്തും കാർഷിക സാമഗ്രികൾ നൽകുന്ന കാര്യം, ഇൻഷുറൻസിൻ്റെ വിഷയം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിനം വഞ്ചനാ ദിനമായാണ് പലയിടങ്ങളിലും കർഷകർ ആചരിക്കുന്നത്. അതിനുള്ള വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ പാലക്കാട് പൊൽപ്പുള്ളിയിലാണ്. ഇവിടെ ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഒരിടത്ത് ഈ നിരാഹാര സമരം ഇരിക്കുന്നത്, കർഷകർ ഈ ദിവസം അവർ ആഘോഷമാക്കേണ്ട ദിവസം നിരാഹാരം ഇരിക്കുന്നത് ഒരു പക്ഷേ ഈ പൊൽപ്പുള്ളിയിലായിരിക്കും. അവിടുത്തെ കർഷകരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് നിങ്ങളിങ്ങനെ ഈ ദിവസം ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാലാകാലങ്ങളിൽ കൃഷി മേഖല ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടും പല രീതിക്കും കൃഷിക്കാർ അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾ, അതിനൊരു ശാശ്വത പരിഹാരം കാണണം. ഞാനൊരു മണ്ഡലം പ്രസിഡന്റ് നിലയ്ക്ക് ഈ കർഷകരുടെ ഇത്രത്തോളം കർഷകരെ അവഗണിക്കപ്പെടുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ കർഷകരുടെ ഒരു വേദന അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് കർഷകരുടെ ഈ പ്രശ്നങ്ങളെല്ലാം അവരോട് സംസാരിച്ച് മനസ്സിലാക്കി അവരനുഭവിക്കുന്ന വേദന അത് ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക്, ഒരു മണ്ഡലം പ്രസിഡന്റിനുള്ള ഉപരി ഏതൊരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കർഷകർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഈ നാട്ടിൽ അന്നമില്ല എന്നുള്ളത്. ഞാനൊരു കർഷകയാണ്. 6 മാസമായി നമ്മളിപ്പോൾ നെല്ല് അളന്നിട്ട് സമയബന്ധിതമായി പൈസയൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ കർഷകർക്ക് കിട്ടേണ്ട ഓരോ ആനുകൂല്യങ്ങളും, ബോണസ് ആവട്ടെ അല്ലെങ്കിൽ ഉഴവ് കൂലി, അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും നമുക്ക് വർഷങ്ങളായിട്ട് കറക്റ്റായിട്ട് അത് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ആഘോഷിക്കാനുള്ള മനസ്സൊന്നും ഇല്ലല്ലേ? ഇല്ല, ആഘോഷിക്കാനുള്ള മനസ്സില്ല പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ പറയുന്നൊരു വാക്കുണ്ട്, ഈ കർഷകൻ ചേറ്റിൽ കാല് വെച്ചാലേ ഈ കേരള ജനത ചോറ്റിൽ കൈവയ്ക്കുള്ളൂ എന്നുള്ള ഒരു വാചകമുണ്ട്. അത് സർക്കാർ പലപ്പോഴും മറന്നുപോവുകയാണ്. രാഷ്ട്രപതി പോലും കർഷകരാണ് നാട്ടിൻ്റെ വളർച്ച എന്നവർ ഹെഡിങ്ങേ പറഞ്ഞു. ഈ നെല്ല് കൊയ്തെടുക്കണമെങ്കിൽ അടുത്ത ഈ 15 ദിവസം കഴിഞ്ഞ് കതിരാവും. ഈ കേരള ഗവൺമെൻറ് ഇന്നത്തെ പത്രത്തിൽ പിന്നെ ഒക്ടോബറിലെ നെല്ല് സംഭരിക്കുള്ളൂ എന്ന് 25-ന് ശേഷമാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നു. പാലക്കാട് നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.